ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ 2019 സ്കീം KTU BTech സ്റ്റുഡൻസിൻ്റെ ഇയർ ബാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ആണ് ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയം. സോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ലൈവ് വന്നിരുന്നു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന്. സോ ഒത്തിരി കുട്ടികളുടെ കൺസേൺ കേട്ടു. ഓക്കെ, സോ അതിനെല്ലാം കൂടെ ഒരു റിപ്ലൈ ആണ് ഞാനിപ്പം പറയാനായിട്ട് പോകുന്നത്. സോ ഇയർ ബാക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ 2024 മെയ് 31 KTU ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലർ പ്രകാരം ഇയർ ബാക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഇതുവരെ ഇയർ ബാക്ക് ഇല്ല എന്നൊരു സർക്കുലർ വന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഇയർ ബാക്ക് ഉണ്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ദെൻ ഇപ്പോൾ 2013 സ്കീമിൽ ഇയർ ബാക്ക് ഉണ്ടായിരുന്നു ഞാൻ BTech ജോയിൻ ചെയ്ത സമയത്ത്. പക്ഷേ ഞങ്ങളുടെ സ്കീം അവസാനിക്കാറായപ്പോൾ ഇതേപോലെ ഒരു ഇയർ ബാക്കിൽ ഞാൻ കുടുങ്ങിയിരുന്നു. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചത് ഇയർ ബാക്ക് ആകുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇയർ ബാക്ക് ആയില്ല, മുമ്പോട്ടുള്ള സെമസ്റ്റേഴ്സിൽ പോയി. അപ്പം ഇയർ ബാക്ക് അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ഓക്കെ, 2019 സ്കീമിൻ്റെ ലാസ്റ്റ് ബാച്ച് നിങ്ങളായതുകൊണ്ട് തന്നെ 80% എനിക്ക് തോന്നുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇയർ ബാക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ഓക്കെ, പക്ഷേ അഥവാ നിങ്ങൾക്ക് ഇയർ ബാക്ക് വന്നാലും ഒരു കാരണവശാലും നിങ്ങൾ ബാഡ് ആകരുത്, നെഗറ്റീവായി ചിന്തിക്കരുത്. ഓക്കെ, ഡോണ്ട് തിങ്ക് നെഗറ്റീവ് ആൻഡ് ഡു നത്തിങ്. ഓക്കെ, നെഗറ്റീവായിട്ട് ഡോണ്ട് ഡു എനിത്തിങ്. ക്ലിയർ? ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും വേണം. കാരണം ലൈഫിൽ മുമ്പോട്ട് പോകുന്ന സമയം എന്ന് പറയുന്നത് ഇതെല്ലാം ഇതിൻ്റെ അപ്പുറത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതിന് നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. എന്തുകൊണ്ടാണ് ആദ്യം ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രശ്നത്തിൽ പെട്ടുപോയത്, എന്തുകൊണ്ട് എനിക്ക് മിനിമം ക്രെഡിറ്റ്സ് കിട്ടിയില്ല, എന്തുകൊണ്ട് എനിക്ക് ഇയർ ബാക്ക് ആകേണ്ടി വന്നു എന്നുള്ള കാര്യം ചിന്തിക്കുക. ഓക്കെ, അത് നിങ്ങൾ തന്നെ ഒരു സെൽഫ് ഇവാലുവേറ്റ് ശേഷം നിങ്ങൾ അഥവാ ഇയർ ബാക്ക് ആകുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നെക്സ്റ്റ് നിങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ കൂടെ 2024 സ്കീമിൽ പഠിക്കേണ്ടതായിട്ട് വരും. അഥവാ ആയാൽ ഓക്കെ, ഒന്നുകൊണ്ട് പഠിക്കേണ്ട. നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കൂട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അഥവാ ഇയർ ബാക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരു സമയം നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ സപ്ലൈകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് ലൈക്ക് ലാംഗ്വേജ്, അതേപോലെ കോഡിംഗ് സ്കിൽസ്, ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഡോണ്ട് വേസ്റ്റ് ടൈം. അത്രേ ഉള്ളൂ. നോ പ്രോബ്ലം. അതിൽ നിങ്ങളൊരു കുറവ് നിങ്ങൾ വിചാരിക്കാൻ വേണ്ട. യു ഗൈസ് ആർ വെരി ബ്രില്യൻറ്റ്. ഓക്കെ, പഠിക്കുക, മടി കാണിക്കാതിരിക്കുക പഠിക്കുന്നതിൽ. ഓക്കെ, പലപ്പോഴും നമ്മൾ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കുന്നത് അതാണ്. അവസാന നിമിഷം പഠിക്കാമെന്നിരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഓക്കെ, അതിപ്പോഴെങ്കിലും മനസ്സിലാക്കുക. ഇനി ലൈഫിൽ ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കുക. ഓക്കെ മക്കളെ, റെഡി അല്ലേ? ധൈര്യമായിട്ടിരുന്നോ. ഇയർ ബാക്ക് ആയാലും ഇല്ലെങ്കിലും ബി പോസിറ്റീവ്. ഓക്കെ, സോ മുമ്പോട്ട് പോവുക. അതേപോലെ ഇപ്പോൾ നിങ്ങൾ സപ്ലികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി സപ്ലിയുടെ റിസൾട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. അഥവാ നിങ്ങൾ ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പുറത്താകേണ്ടി വരും. സോ ഡോണ്ട് വറി ഗൈസ്, ബി ഹാപ്പി ആൻഡ് സ്റ്റേ പോസിറ്റീവ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.